ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുബോർഡ്. എല്ലാ മക്കൾക്കും എജുബോർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബിൻ സാർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല കേട്ടോ മക്കളെ, നിങ്ങൾക്ക് +1 ഓണ പരീക്ഷ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയത് ജൂണിലാണല്ലേ. നിങ്ങൾക്ക് ജൂണിൽ ക്ലാസ് തുടങ്ങി എന്നാണ് നമ്മുടെ ഓണപരീക്ഷ വരാൻ പോകുന്നത്. ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ഓണപരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏകദേശം 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസം. ആ 60 ദിവസത്തിൽ വർക്കിംഗ് ഡേയ്സ് നമുക്കൊരു 40 ദിവസം കൂട്ടിയാൽ തന്നെ അതിൽ എല്ലാവരും അലോട്ട്മെന്റ് ഒക്കെ വന്നിട്ട് ഒരു 30 ദിവസം അല്ലേ. ഏകദേശം 30 ദിവസമായിരിക്കും നമുക്ക് സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ പറയുന്ന 2 മാസം കൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു 30 ദിവസമായിരിക്കും സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓണപരീക്ഷ വരാൻ പോവാണ്. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഓണപരീക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വെക്കേഷൻ ഉണ്ടാവും. വളരെ നന്നായിട്ട് നല്ല പോലെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക, അതിനുശേഷം പിന്നെ നമുക്ക് സന്തോഷിക്കാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാണ് ഏത് കാര്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ +1 ഓണപരീക്ഷ വരുന്ന പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് പേരായിട്ട് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കൃത്യമായിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള ഒരു കീറി മുറിച്ച് ഒരു അനലൈസും കൂടി എന്ത് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ തരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് 5 ചാപ്റ്റർ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട മക്കളെ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 മാസം നമ്മൾ പറഞ്ഞ് ഏതൊക്കെയാണ് മാസം, ജൂണിൽ അഡ്മിഷൻ തുടങ്ങി, ജൂൺ പകുതിക്ക് ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങുന്നത്. ജൂലൈ മാസം കംപ്ലീറ്റ് കൂട്ടാം. അതിനുശേഷം എന്താണ് നമ്മുടെ ഓഗസ്റ്റ് മാസം അല്ലെ. ഈ പറയുന്ന 3 മാസം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഈ പറഞ്ഞ 3 മാസമാണല്ലോ പറഞ്ഞത്. ഈ 3 മാസങ്ങളിലായിട്ട് നമ്മൾ തീർക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ് ഗവൺമെന്റ് പറഞ്ഞുള്ളത്. 5 ചാപ്റ്റർ പഠിക്കണം. 5 ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ജൂൺ പകുതിയായിട്ട് നമുക്ക് തുടങ്ങുന്നത്. ജൂണിൽ ഒരു 15 ദിവസം ഉണ്ടെങ്കിൽ അതിൽ എത്ര വർക്കിംഗ് ഡേയ്സ് നമുക്ക് കൂട്ടാം, ഒരു 10 ദിവസം നമുക്ക് കൂട്ടാം. ഓക്കെ, 10 ദിവസം നമ്മൾ എടുക്കുന്നു. അതുപോലെ ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 20 ദിവസം മാക്സിമം ആയിട്ടാണ് ഞാൻ പറയുന്നത്, 20 ദിവസം നമുക്ക് വർക്കിംഗ് ഡേയ്സ് കിട്ടുന്നു. ഓഗസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു 10 ദിവസം കിട്ടുന്നു. ഓക്കെ, 10 ദിവസം കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആകെ മൊത്തം എത്ര ദിവസം പറഞ്ഞത്, 40 ദിവസം പോട്ടെ. ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 30 വർക്കിംഗ് ഡേയ്സ് എങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടതിന് 5 ചാപ്റ്റർ. ഒരു ചാപ്റ്ററിന് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കണം. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നോക്കണേ. അതായത് 1 വീക്കിൽ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, 1 വീക്കിൽ 1 ചാപ്റ്റർ വെച്ച് തീർക്കണം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം സ്ട്രഗിളിലൂടെയാണ് അവരും നിങ്ങളും എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, നമുക്ക് ഓൾറെഡി ഓടി തീർക്കാൻ ഒരുപാട് ദൂരം ഉണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരാഴ്ച ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഒരു ചാപ്റ്റർ നമുക്ക് തീർന്നിരിക്കണം. അതായത് എക്കണോമിക്സ് നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ നമുക്കൊരു ഏകദേശം ഒരു 10 പീരീഡ് അല്ലെങ്കിൽ 12 പീരീഡ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഒരു ദിവസം 5 അല്ലേ, ആഴ്ചയിൽ 5 ദിവസം ഉണ്ടാവും. 5 ദിവസത്തിലും 5 ദിവസം ഓരോ പീരീഡ് വെച്ച് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര, 5 പീരീഡ്. പിന്നെ ഒരു 3 ദിവസം 2 പീരീഡ് വെച്ച് കഴിഞ്ഞാൽ 8. ഓക്കെ, ഒരാഴ്ച 8 അല്ലെങ്കിൽ 9 പീരീഡ് നമുക്ക് ഉണ്ടാവുക. 8 അല്ലെങ്കിൽ 9 പീരീഡ് നമുക്ക് ഉണ്ടാവുക. ഈ 9 പീരീഡ് ഒരാഴ്ച കിട്ടുന്നത്. അങ്ങനെ 30 ദിവസം 9, 27 എത്ര ഉണ്ടാവും നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു 270 അല്ലേ, 39 അല്ലേ, 30 ദിവസമായിട്ട് നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഒരാഴ്ചയിൽ നമുക്ക് ഏകദേശം ഒരു 6 ആഴ്ച കിട്ടുന്നത്. അപ്പോൾ 6 × 54 പീരീഡുകൾ നമുക്ക് ഉണ്ടാവുക. ഈ 54 പീരീഡുകൾ വേണം ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഈ ചാപ്റ്ററുകൾ തീർക്കാൻ. 5 ചാപ്റ്റർ. അപ്പോൾ ഒരു ചാപ്റ്ററിന് ഏകദേശം ഒരു 10 പീരീഡ് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വെച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ 5 ചാപ്റ്റർ നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. സ്കൂളിൽ നിങ്ങൾക്ക് ഈ 5 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം അതാണ് ഇവിടെ കമന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ എത്ര ചാപ്റ്റർ തീർന്നു എന്നുള്ള കാര്യം കേട്ടോ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് ഞാൻ 1, 2 എന്നും 1, 2, 3 എന്നും കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് അക്ഷരം തെറ്റിപ്പോയത്, നമ്പർ ഇട്ട് തെറ്റിപ്പോയതൊന്നുമല്ല. സംഗതിയുടെ വ്യത്യാസം നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ എക്കോണമി. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 പുസ്തകങ്ങളാണ് +1 എക്കണോമിക്സിന് പഠിക്കാനുള്ളത്. ഒന്ന് ഇന്ത്യൻ എക്കോണമിയും മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് അറിയപ്പെടുന്നതാണ് നമ്മുടെ 2ാമത്തെ പുസ്തകം എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആ ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിങ്ങൾ ഇന്ത്യൻ എക്കോണമി പഠിക്കേണ്ടത് 2 ചാപ്റ്ററുകളാണ്. അതിലൊന്ന് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഓൾറെഡി നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ക്ലാസ് യൂട്യൂബിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് ഇവിടെ എജുബോർഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ യൂട്യൂബിൽ ലൈവ് ക്ലാസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുനോക്കാം. എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് നമ്മളവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ കുറഞ്ഞു പോയി എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം,
ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമി 1950-1990 എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ എക്കോണമി എന്ന് പഠിക്കണം. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കാനുള്ള 3 ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം അതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെ സിമ്പിൾ ചാപ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് കൂട്ടാം. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റ് എന്താ എങ്ങനെയെന്ന് പറഞ്ഞു തരുന്നത്. പക്ഷേ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചാപ്റ്ററാണ്, ലാർജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. ആൻഡ് തേർഡ് ചാപ്റ്റർ അറ്റ് ദ സെയിം എന്താണ്, ഒരു മോഡറേറ്റ് ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പണി തരാൻ പോകുന്ന ആരാന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ എക്കോണമി അല്ല, സ്റ്റാറ്റിയാണ് പണി തരാൻ പോകുന്നത്. കാരണം അവിടെ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. സ്റ്റാറ്റിയിൽ ആകെ പഠിക്കാനുള്ള 8 ചാപ്റ്ററാണ്. ആ 8 ചാപ്റ്റർ നിങ്ങൾ നോക്കിയേ, സ്റ്റാറ്റിയിൽ ആകെ പഠിക്കാനുള്ള 8 ചാപ്റ്ററിൽ 3 നമുക്ക് എന്തിനാ ഓണപ്പരീക്ഷ പഠിക്കണം. ഇന്ത്യൻ എക്കോണമി ആകെ പഠിക്കാനുള്ളത് എത്ര ചാപ്റ്ററാണ്? നമുക്ക് 9 ചാപ്റ്റർ പഠിക്കാനുള്ളത്. അതിൽ 2 പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു മിസ്റ്റേക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ഫീൽ ചെയ്തും കാര്യമില്ല, എക്സാമിന് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക, പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് വാങ്ങിയെടുക്കുക. ഇതാണ് എന്ത് നമ്മുടെ ലക്ഷ്യം. ആകെ 17 ചാപ്റ്ററിൽ 5 ചാപ്റ്ററാണ് നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇനി പഠിക്കേണ്ടത് അതുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നാമത്തെ യൂണിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. 3 സെഗ്മെൻ്റ് ആയിട്ടാണ് ഞാൻ തിരിച്ചിട്ടുള്ളത്. 3 സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് 3 ആയിട്ട് മുറിച്ചെടുക്കാം. ഒന്നാമതായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ്, അതാണ് ഇവിടെ പറഞ്ഞത് പ്രീ ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷുകാർ വരുന്നത് നമുക്കറിയാം ഏകദേശം ഒരു 1600 കൂടി അല്ലേ. നമുക്ക് അവരുടെ ഭരണം ആരംഭിക്കുന്നത് 1757 നമുക്ക് അത് വെച്ച് കൂട്ടാം. ഓക്കെ, അതായത് ബിഫോർ 1757. ഓക്കെ, 1757 മുൻപ് 1757 മുൻപ് എന്തായിരുന്നു ഇന്ത്യൻ എക്കോണമി, അതാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ സെഗ്മെന്റ്. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് നോക്കണേ, ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് പീരീഡ്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് നോക്കണേ, ബ്രിട്ടീഷ് ഭരണ കാലയളവിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്കറിയാം അല്ലേ. എന്ന് മുതൽ എന്ന് വരെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. 1757 മുതൽ 1947 വരെയുള്ള ഒരു 190 വർഷത്തെ കാര്യമാണ്. 190 വർഷം, ഏകദേശം 2 നൂറ്റാണ്ടാണല്ലേ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 8 തലമുറയുടെ സമയം മുഴുവനായിട്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം അല്ലേ. അത് നമ്മൾ പഠിക്കണം. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സെഗ്മെന്റ്. ആൻഡ് തേർഡ് സെഗ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ് പറയുന്നത് 1947. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 1947 മുതലുള്ള നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ കാര്യം. ഇതാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തെ സെഗ്മെന്റിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം ഉണ്ടല്ലോ, അപ്പോൾ തൊട്ടുള്ള കാര്യമാണ് നിങ്ങൾ നോക്കണ്ടേ. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം ഇത് തന്നെയാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ ഭാഗം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത് പറഞ്ഞു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ എക്കോണമി എന്തായിരുന്നു. നമുക്കറിയാം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ എക്കോണമി വാസ് ഇൻഡിപെൻഡന്റ്. എന്ന് വെച്ചാൽ നമുക്ക് മറ്റാരെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരിക്കലും മറ്റാരെ ആശ്രയിക്കാതെ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന എക്കോണമി ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ എക്കോണമിയിലെ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്തിരുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ സെക്ടർ. അതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്ന മേഖല. കാരണം നമുക്ക് ജീവിക്കാനുള്ള വരുമാനം അവിടുന്ന് കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ എക്കോണമി ഇൻഡിപെൻഡന്റ് ആണ്, അഗ്രികൾച്ചറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരുപാട് മാനുഫാക്ചറിങ് സെക്ടർ കൂടി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രികൾ. ഓക്കെ, നമ്മുടെ കരകൗശല വസ്തുക്കളൊക്കെ വളരെ വേൾഡ് ഫേമസ് ആയിരുന്നു. ആ വേൾഡ് ഫേമസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതും നമ്മളെ രാജ്യത്തെ ഭരിച്ച് മുടിപ്പിച്ചിട്ട് അവരിവിടുന്ന് പോകുന്നത്. ആ മുടിപ്പിച്ച് പോകുന്ന കാലഘട്ടങ്ങളെ കുറിച്ചാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന 1757 മുതൽ 1947 വരെയുള്ള സമയങ്ങളിൽ നമ്മൾ പറയുന്നത്. അതിനുശേഷം മക്കളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതിനെ വീണ്ടും ഞാൻ ഒരു 6 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കിയേ, 6 പോയിന്റ്സുകളാണ് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ടുള്ള ഇന്ത്യയുടെ കാർഷിക മേഖല എങ്ങനെയായിരുന്നു, അതാണ് ഒന്നാമത്തെ സെക്ടർ. രണ്ടാമത്തെ, ഇന്ത്യയുടെ വ്യവസായ മേഖല എങ്ങനെയായിരുന്നു, അതാണ് രണ്ടാമത്തെ സെക്ടർ. മൂന്നാമത്തെ, ഇന്ത്യയുടെ ഫോറിൻ സെക്ടർ, വിദേശ വ്യാപാര മേഖല എങ്ങനെയായിരുന്നു എന്നാണ് മൂന്നാമതായിട്ട് പറഞ്ഞത്. നാലാമതായിട്ട്, ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ജനസംഖ്യാ ഘടന അല്ലേ. നമുക്കറിയാം നമ്മുടെ ജനസംഖ്യ ഘടനയിൽ എല്ലാവരും ഒരേ പ്രായമുള്ള ആൾക്കാരാണോ? അല്ല, അതിൽ കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, പ്രായമായവരുണ്ടാവും അല്ലേ. അതിൽ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു, മുതിർന്നവരെങ്ങനെയായിരുന്നു, പ്രായമായവരെങ്ങനെയായിരുന്നു, മെയിൽ എങ്ങനെയായിരുന്നു, ഫീമെയിൽ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലിന് പുറമേ നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു, അതേപോലെ ലിറ്ററസി ഫീമെയിൽ എത്രയായിരുന്നു, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എത്രയായിരുന്നു, അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി എത്രയായിരുന്നു, അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു, ബർത്ത് റേറ്റ് എത്രയായിരുന്നു, എന്താണ് ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്, 1921 1921
പ്രത്യേകത എന്താണ്, അതിന് മുൻപുള്ള കാലഘട്ടം എന്താ, അതിന് ശേഷമുള്ള കാലഘട്ടം എന്താ, തുടങ്ങിയ ഒരുപാട് കാര്യം ഇവിടെ നോക്കാനുണ്ട്, ഡെമോഗ്രാഫിക് നോക്കാനുണ്ട്. ആൻഡ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, തൊഴിൽ ഘടന അല്ലേ. ഈ തൊഴിൽ ഘടന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ, നമ്മുടെ എക്കോണമിയിൽ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നില്ല. ചില ആളുകൾ കാർഷിക മേഖലയിലായിരിക്കും ജോലി ചെയ്യുന്നത്, ചില ആളുകൾ എവിടെ ആയിരിക്കും, വ്യാവസായിക മേഖലയായിരിക്കും, ചില ആളുകൾ സർവീസ് സെക്ടർ അഥവാ സേവന മേഖലയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വിതരണം എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്, ഏതാണ് ആ കാലം, 1947 എങ്ങനെയായിരുന്നു, അതാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ നോക്കണം ഇൻഫ്രാസ്ട്രക്ചർ. ബ്രിട്ടീഷുകാരെ കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായ സെക്ടർ ഏതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതേതാണ്, കണ്ണടച്ച് ഉത്തരം പറയാനാണ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അടിസ്ഥാന സൗകര്യ മേഖല അല്ലേ. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അവരെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരെന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവന്നു എന്ന കാര്യമാണ് നമുക്ക് ഈ ചാപ്റ്റർ നോക്കാനുള്ളത്. 1947 സംഭവിച്ച അഥവാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുണ്ടായിരുന്ന ഈ 6 മേഖലകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കാം, ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ പറഞ്ഞ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഒന്നും ബ്രിട്ടീഷുകാർ തയ്യാറായിട്ടില്ല. നമ്മൾ ആളോഹരി വരുമാനം അവർ നോക്കിയില്ല. അപ്പോൾ ദേശീയ വരുമാനത്തെക്കുറിച്ചും ആളോഹരി വരുമാനത്തെക്കുറിച്ചും കൃത്യമായിട്ട് പഠിച്ച ആൾക്കാരുണ്ട് അല്ലേ. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പഠനം നടത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏറ്റവും മികച്ച പഠനം നടത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണ്ട മക്കളെ, നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു റിവിഷൻ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നടത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു വരുന്നത്. ഈ പറഞ്ഞ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തെക്കുറിച്ചും അതുപോലെ ആളോഹരി വരുമാനത്തെക്കുറിച്ചും ഏറ്റവും മികച്ച പഠനം നടത്തിയത് ആരാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ സ്റ്റാഗ്നേഷൻ, കാർഷിക മേഖല ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നമായിട്ട് നമ്മൾ പറഞ്ഞാൽ എന്ത്, അഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റാഗ്നേഷനും ലോ പ്രൊഡക്ടിവിറ്റിയും, സ്തംഭനാവസ്ഥയും അതുപോലെ കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും. ഇതിൻ്റെ കാരണം എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുണ്ടായത് നോക്കി വെക്കണം. നെക്സ്റ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിലെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഡിസ്ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് എന്ന് പറയാം ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയാം. ഈ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ് എന്നുള്ള സംഗതി നിങ്ങൾ പഠിച്ചിരിക്കണം. മലയാളത്തിൽ നമ്മൾ പറയും അപവ്യവസായവൽക്കരണം, വ്യവസായവൽക്കരണത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം, അതെന്താണെന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, ഫോറിൻ ട്രേഡ്. ഓക്കെ, ഇന്ത്യയിലെ ഫോറിൻ ട്രേഡ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നോക്കി വെക്കണം. നെക്സ്റ്റ്, ഡെമോഗ്രാഫിക് ആൻഡ് ഒക്യുപ്പേഷണൽ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള എങ്ങനെയായിരുന്നു ജനസംഖ്യയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ജനസംഖ്യ ഘടനയ്ക്ക് പുറമേട്ട് എന്തായിരുന്നു നമ്മുടെ തൊഴിൽ മേഖലയും അത് നോക്കണം. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യ മേഖല എങ്ങനെയായിരുന്നു നോക്കണം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ബ്രിട്ടീഷുകാരെ കൊണ്ട് നമുക്കുണ്ടായ പോസിറ്റീവ് എന്തായിരുന്നു, നെഗറ്റീവ് എന്തായിരുന്നു, ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്റർ നോക്കണേ. നിങ്ങൾക്കറിയാം വലിയൊരു ചാപ്റ്ററാണ്, വലിയ കുറേ കണ്ടൻസ് പഠിക്കാനുണ്ട്. അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ഈ കണ്ടൻസ് മുഴുവൻ നോക്കി വെക്കണം. ആൻഡ് നെക്സ്റ്റ്, ഇതിൻ്റെ മലയാളം കൃത്യമായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. നിങ്ങൾ മലയാളത്തിലാണ് പഠിക്കുന്നത്, സ്ക്രീൻഷോട്ട് എടുത്ത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുക എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ +2 എത്തുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. മലയാളത്തിൽ ഒരുപാട് ടേംസ് നമുക്ക് പഠിച്ചെടുക്കാറുണ്ട്, അത് വളരെ വലിയ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ +2 എത്തുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമുക്ക് ഓണപരീക്ഷ വരെ നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഇംഗ്ലീഷിൽ പഠിച്ച് നോക്ക്, എന്ത് വെച്ചായിക്കോട്ടെ കുഴപ്പമില്ല. ഓണപരീക്ഷയാണ്, ഫൈനൽ എക്സാം അല്ല. ഓണപരീക്ഷയ്ക്ക് എന്ത് മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ഫൈനൽ എക്സാമിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി നോക്ക്, പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതി നോക്ക്. അങ്ങനെ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി നോക്ക്. നിങ്ങൾ തോക്കുകയാണെങ്കിൽ തോക്കട്ടെ, മാർക്ക് കുറയട്ടെ, എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാൻ ശ്രമിച്ചതാണ്. ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊരു വിഷയം ഇംഗ്ലീഷിൽ എഴുതാൻ നിങ്ങൾ ശ്രമിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ് പോകും, വീഴ്ചയുണ്ടാവാം, എന്ത് വേണേൽ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കുക. അതുകൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ തോക്കാനുള്ള ചാൻസ് വളരെയധികം കുറയും. കൂടുതൽ പേരും +2 കഴിയുമ്പോൾ കൂടുതൽ പേരും തോക്കുന്നത് ഇംഗ്ലീഷ് പരീക്ഷയാണ്. അപ്പോൾ ഇംഗ്ലീഷ് തോൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആര് പെടില്ല, നമ്മളും പെടില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ +1 +2 എക്കണോമിക്സ് ഇംഗ്ലീഷാണ് പഠിച്ചെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുക. ഇതൊരു വെല്ലുവിളി ഒന്നുമില്ല കേട്ടോ മക്കളെ, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ആൻഡ് മക്കളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമില്ല മക്കളെ, ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, അതിൻ്റെ നിലവാരം എന്തായിരുന്നു, ക്വാളിറ്റി എന്തായിരുന്നു കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അതിനേക്കാൾ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ക്ലാസ് തരാൻ ആരെ കൊണ്ട് സാധിക്കും, എഡ്യൂപോർട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാച്ചിന് സാധിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഈ 2025-26 ബാച്ചിലേക്ക് മക്കളെ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, എഡ്യൂപോർട്ടിലെ ഓരോ ഫാക്കൽറ്റീസിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപക്ക് പോലും അതിൻ്റെ ഇരട്ടിയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള കണ്ടന്റുകളും പ്രൊവൈഡ് ചെയ്യാൻ ആര് തയ്യാറാണ്, എഡ്യൂപോർട്ടിൻ്റെ ടീം തയ്യാറാണ്. അപ്പോൾ മക്കൾ റെഡി ആയിട്ട് എന്തായാലും എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചെയ്യാൻ എല്ലാവരും കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.